അടുത്തൊരു കൺസ്ട്രക്ഷൻ നമ്മുടെ ഇവിടെ തന്നെയുള്ള പല ആളുകളാണ് ഹാൻഡിൽ ചെയ്തത്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ പ്രൊജക്ട് വൈസ് പ്രോഫിറ്റബിലിറ്റി അറിയാൻ പറ്റില്ല. ഓരോ പ്രൊജക്റ്റിൽ വരുന്ന സാധനങ്ങൾ അവിടെ നമ്മൾ ഒരുപാട് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കസ്റ്റമർ ഭാഗത്ത് പൈസ കിട്ടിയിട്ടുണ്ടാവും. ഇത് ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എക്സ്പെൻസിന്റെ ലീക്കേജ്. കാരണം ഒരു സ്ഥലത്ത് മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്നുണ്ടാവും, ഒരു സ്ഥലത്ത് സാധനം സ്റ്റോക്ക് ഉണ്ടാവും, ഇവിടെ അറിയില്ല, ആ സാധനം ഇല്ലാണ്ട് വീണ്ടും ഓർഡർ ചെയ്യും. ഒരു പ്രൊജക്റ്റിൽ നമ്മൾ വാങ്ങിയിട്ട് സാധനത്തിന് ബാക്കിയിരിക്കുന്ന കാര്യം അറിയാതെ വീണ്ടും ഓർഡർ ചെയ്യും, അത് വീണ്ടും അനാവശ്യമായിട്ട് അത് വേസ്റ്റ് ചെയ്യും, തിരിച്ചെടുക്കലൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് മെയിനായിട്ട് വരും. പിന്നെ റിപ്പോർട്ട് കിട്ടായ്മ, ഈ പറഞ്ഞ നമ്മൾ അവിടെ എല്ലാ ആളുകൾക്ക് പൈസ കൊടുക്കാനും ഓവർ ടൈം സർവീസ് ഒക്കെ ഇഷ്യൂസ് വരും. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഇപ്പോൾ പെറ്റെല്ലാം നമ്മൾ ചെയ്തു, പെറ്റെല്ലാം ആദ്യം ചെയ്തു, മാനേജ്മെന്റോടെ ചെയ്യുന്നുണ്ട്, ബിൽറ്റോറ, അങ്ങനെ നമ്മളിപ്പോ പ്രൊജക്ട് മാനേജ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ചെയ്തു. വളരെ സക്സസ് ആണ് അല്ലെ, ദൈവമായി നമ്മൾ സക്സസ് ആയിരുന്നു. കഴിഞ്ഞ ദൈവനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് ഞാൻ ചിന്തിച്ച ലെവലിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാണ് ദൈവമായി. അതിൽ മാനേജ്മെന്റ് ഒരു ട്രാക്ക് ആയിക്കൊണ്ടിരിക്കും, സക്സസ് ആയി പോകുന്നതാണ്. വിഷ്ണു ആയി ട്രാക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കും.